കാന്താരി മുളക് നിറയെ കിട്ടുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. മുളക് കൊണ്ടാട്ടം, അതായത് തൈര് മുളക് കൊണ്ടാട്ടം. കത്തി കൊണ്ടോ മൂർച്ചയുള്ള ഫോർക്ക് കൊണ്ടോ കാന്താരിയുടെ ഒരു വശത്തായിട്ട് ചെറുതായി കീറിയിടും. എന്നാലോ കത്തി തുളഞ്ഞ് അപ്പുറത്താനും പാടില്ല, ഒരു ദ്വാരം മാത്രം. ഉപ്പും പുളിയും ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് മാത്രം. കാന്താരി മുളകിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ കീറിയെടുത്ത മുളക് കല്ലുപ്പിട്ട് 3 ദിവസത്തോളം വെക്കണം. ഓരോ ലെയറായി കാന്താരി മുളകിട്ട് ഇടയിൽ കല്ലുപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ വെക്കണം. 3 ദിവസം കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് പാത്രത്തിലെ മുളകിനൊപ്പമായിരിക്കണം. മുളക് ഉപ്പിൽ നന്നായി കുതിർന്നിട്ടുണ്ടാവും. ഇനി തൈരിന്റെ പുളി കൂടി ഇതിന് കിട്ടണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കൊണ്ടാട്ടം നന്നായിരിക്കും. ഇനി ഉപ്പും പുളിയും മുളകിലേക്ക് അലിഞ്ഞു ചേരാനുള്ള മത്സരമായിരിക്കും. തൈരിട്ടിട്ട് 2 ദിവസം ഇതുപോലെ വെക്കണം. ശേഷം നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അതിനായിട്ട് 3-ാമത്തെ ദിവസം, അതായത് തൈരിട്ട് 3-ാമത്തെ ദിവസം തൈരിലിട്ട മുളകെടുത്ത് വെയിലത്തിട്ട് ഉണക്കാം. രാത്രിയാവുമ്പോൾ വീണ്ടും തൈര് പാത്രത്തിലേക്ക് മുളകിടണം. രാവിലെ വീണ്ടും വെയിലത്തിടണം. വൈകുന്നേരമായി കഴിഞ്ഞാൽ വീണ്ടും തൈര് പാത്രത്തിലിടണം. അങ്ങനെ തൈര് പൂർണ്ണമായും വറ്റി മുളകിൽ അതിൻ്റെ പുളിപ്പെല്ലാം ഇറങ്ങുന്നത് വരെ നമ്മളിത് വെയിലത്തിട്ട് ഉണക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഉണങ്ങി കിട്ടുകയും വേണം. ഈ നിസാര തൈര് മുളക് കൊണ്ടാട്ടത്തിന് ഇത്രയും പണിയുണ്ടോ? ഇതിപ്പോൾ 4 പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് ഇടയ്ക്ക് വറുത്ത് കഴിച്ചാൽ മതിയല്ലോ. ആയിരിക്കാം, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു മുളകിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. കാരണം ഉപ്പും മുളകും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടുള്ള തൈര് മുളക് കൊണ്ടാട്ടം ഒരുപാട് ഇഷ്ടമാവും. അതുമാത്രമല്ല, വർഷങ്ങളോളം കേടുകൂടാതെ കൊണ്ടാട്ടം നമുക്ക് ഉപയോഗിക്കാനും കഴിയും. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് കേട്ടോ.